ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൂസിയാസ്റ്റിക് മെഡിക്കോ. ഇനി എന്ത് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ചിന്താകുലനായിട്ട് ഇരിക്കുമ്പോഴാണ് ഗൈസ് നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞത് നീ എന്നാൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യടാന്ന്. ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, എന്നാൽ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന് കരുതി. ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട. രാവിലെ എണീറ്റത് മുതൽ രാത്രി ഉറങ്ങണ വരെ എല്ലാ പ്രധാന കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെ ആയി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആദ്യം തന്നെ ആ കർട്ടനങ്ങ് മാറ്റുന്ന സീനായിക്കോട്ടെ. ഇന്ന് മുതൽ നന്നാവണമെന്ന് ഉറച്ച തീരുമാനത്തോടെയാണ് ഗൈസ് ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയത്. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? എണീറ്റപ്പോൾ തന്നെ രാവിലെ 7:30. പിന്നെ അങ്ങനെ വലിഞ്ഞു മുറുകിയൊക്കെ നിന്നപ്പോഴാണ് ഗൈസ് നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻസിനെ കണ്ടത്. പകച്ചു പോയതിൻ്റെ ബാല്യം. പിന്നെ ഒന്നും നോക്കിയില്ല, ഫോൺ എടുത്തങ്ങ് നോക്കി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായി നമുക്ക് 8 മണിൻ്റെ ക്ലാസ് ഇല്ലാന്ന്. എന്നാൽ പിന്നെ മെസ്സോളിലേക്ക് പോയിട്ട് ഫുഡെല്ലാം കഴിക്കാൻ കരുതി. അവിടെ ചെന്നപ്പോഴാണെങ്കിലാ ഇഡലി എനിക്ക് ഇഷ്ടമല്ല. എന്നാലും അടങ്ങാത്ത വിശപ്പൊന്നും അറിയാത്ത മനസ്സുള്ള ഞാൻ 3 ഇഡലി കഴിച്ചിട്ട് മന്ദം നടക്കുകയാണ് ഗൈസ്. എനിക്കിന്ന് ഗൈനക്കോളജി ഒ പിയിലാണ് കേട്ടോ പോസ്റ്റിങ്. സമയത്തിൻ്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠതയുള്ള ഞാൻ ഒ പിയിൽ ചെന്നപ്പോൾ ബാക്കി എല്ലാ സ്റ്റുഡൻസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിലും അങ്ങനെയല്ലേ വരുള്ളൂ. കാരണം 9 മണീൻ്റെ ക്ലാസ്സിൽ ഞാൻ കയറി ചെന്നത് 9:05 ഗൈസ്. ഇതെൻ്റെ ക്ലാസ്സിലെ പഞ്ചാബി എന്നുള്ളൊരു സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. ഇവന് നമ്മൾ ഓണത്തിനെ കുറിച്ചൊരു ബ്രീഫ് ഹിസ്റ്ററി തന്നെ അങ്ങ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആൾക്കെല്ലാം മനസ്സിലായി എന്നാണ് പറഞ്ഞത്. The celebration of Mavili going down and coming after because some guy killed. അങ്ങനെ പോയി സമയം 12 അവിടെ നിന്ന് പിന്നെ പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിട്ടു. അവിടെ എത്തിയപ്പോഴാണ് ഗൈസ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ഓണ സെലിബ്രേഷൻ ആയിരുന്നു. എന്നാൽ പിന്നെ നിങ്ങളിവിടേക്ക് ഞാൻ പോയി പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ നേരെ മെൻസ് ഹോസ്റ്റലിലേക്ക് പോയി. ഇവിടെ നിന്ന് ഡ്രസ്സ് മാറിയിട്ട് പത്തോളജി പോയി പായസം കുടിക്കുക, ഫോട്ടോ എടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ എനക്കുണ്ടായിരുന്നുള്ളൂ. എന്താ പറഞ്ഞു മനസ്സിലായില്ലേ? നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെന്ന്. ഏതോ ഹിന്ദി പാട്ടും വെച്ചിരിക്കുകയാണ് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടാനായിട്ട്. ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്നാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കാറ്. ആഴ്ചയിൽ 5 ദിവസം ചിക്കൻ, ബാക്കി 4 ദിവസങ്ങളിൽ ഫിഷ്. നോൺ വെജ് ഇല്ലാത്ത ഒരൊറ്റ ദിവസം പോലും ഇവിടെ ഇല്ല. അവിടുന്ന് നേരെ ഞാൻ പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. ഞാനിന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ദിവസം മൈക്രോബയോളജിയിൽ ഓണ സെലിബ്രേഷനാണ്. അതിൻ്റെ കുറച്ച് വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് കേട്ടോ പത്തോളജി HOD. എല്ലാവരും ഫുഡിന് തിരക്കിലായിരുന്നു. ഇവിടെ ആണെങ്കിലാ എല്ലാത്തരം കറികളുണ്ടായിരുന്നു. അതായത് ഉപ്പ് മുതൽ പായസം വരെ. പായസം മാത്രമല്ല കേട്ടാ, പായസവും ബോളിയും വരെ ഉണ്ടായിരുന്നു ഇവിടെ. ഈ നിൽക്കുന്നത് എല്ലാവരും പത്തോളജി പ്രൊഫസേഴ്സാണ് കേട്ടാ. ഇത് കഴിഞ്ഞ് ഇവരുടെ ഒരു തിരുവാതിര ഡാൻസ് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ തിരുവാതിരയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പായസമൊക്കെ എടുത്ത് കുടിച്ചു കേട്ടാ. ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഞങ്ങൾ കുറച്ച് പേര് മാത്രം എന്താ സെലിബ്രേഷൻ വന്നതെന്ന്. പത്തോളജി നമ്മുടെ മെൻറ്ററാണ് കേട്ടാ. മാഡം വേറെ കോളേജിലേക്ക് ട്രാൻസ്ഫർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുൻപേ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ വിചാരിച്ചിരുന്നു. അത് പിന്നെ ഇന്നായിക്കോട്ടെ എന്ന് കരുതി. ഇവിടെ ആണെങ്കിലാ 2 തരം പായസമാണ് ഇട്ടുണ്ടായിരുന്നത്. 2 നിറത്തിലുള്ള പായസം. നമുക്ക് 2 ഇഷ്ടപ്പെട്ടിരുന്നു. ഞങ്ങൾക്കാണെങ്കിലാ ഉച്ച കഴിഞ്ഞിട്ട് ഇനി 3 മണിക്കൂറിൻ്റെ തിയറി ക്ലാസ് ഉണ്ട്. ആ സത്യം തിരിച്ചറിഞ്ഞ് ഞങ്ങൾ സമയം കളയാതെ ഫോട്ടോ എടുക്കാനായിട്ട് പോയി. അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് തിരിച്ചെത്തി കേട്ടാ. ഇതാണ് നമ്മുടെ ക്ലാസ്സും ക്ലാസ്സിലെ പിള്ളേരും. ഇനി ഞങ്ങൾക്ക് 3 മണിക്കൂറിൻ്റെ തിയറി ക്ലാസ്സാണ് ഉള്ളത്. ഞാനാണെങ്കിൽ ഡേ ഇൻ മൈ ലൈഫിന് ഒരു കുറവും വേണ്ടാന്ന് വെച്ചിട്ട് ചറപറ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. കിട്ടിയ സമയം നോക്കി എബ്രാം ക്യാൻറ്റീനിൽ പോയിട്ട് വടയും ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടാ. അവനത് എനിക്ക് തരാനും പറഞ്ഞില്ല. അതിൻ്റെ ഇടയിൽ ഒരു ബിസ്ക്കറ്റും പൊട്ടിച്ച് എബ്രാം അത് എനക്കാന്ന് കേട്ടാ. നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ പറയുന്നതാണ് കേട്ടാ. മനുഷ്യന്മാരായ ഇത്ര ആത്മാർത്ഥത പാടില്ലെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ആദ്യത്തെ 1 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്തേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടാ. അടുത്ത ക്ലാസ്സൊക്കെ നമുക്ക് വേറെ ലെക്ചർ ഹോളിലാണ്. ഈ ലെക്ചർ ഹോളിൽ വെച്ചിട്ടാണ് കേട്ടാ അടുത്ത 2 ക്ലാസ് ഉള്ളത്. ആദ്യം പത്തോളജി ആയിരുന്നു. പത്തോളജി സെമിനാർ ആയതുകൊണ്ട് ക്ലാസ് പെട്ടെന്ന് കഴിഞ്ഞ്. ഞാനാണെങ്കിലാ ഫ്രീ ടൈം സമയത്തൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. ഇവരുടെ കമ്മ്യൂണിറ്റി വേർഡ്സിനായിരുന്നു. മാഡം ആണെങ്കിൽ ഒരു ക്വിസ് കോമ്പറ്റീഷനൊക്കെ പോലെ നടത്തി. ക്വിസ് കോമ്പറ്റീഷൻ നമ്മുടെ ടീം തോറ്റാട്ടാ. പക്ഷേ പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഞാനും ശ്രീവിനും ശരണും കൂടെ നേരെ പോയത് പാലിയേറ്റീവ് കെയർ ഓപ്പിലേക്കാണ് കേട്ടാ. അവിടെ ചെന്നിട്ട് പിന്നെ വാർഡിലൊക്കെ പോയി പേഷ്യൻസിനെ കണ്ടു. നമ്മൾ അധികം വീഡിയോസൊന്നും അവിടെ എടുക്കാൻ നിന്നില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തി ഞാൻ നന്നാവാനായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു പത്രം എടുത്ത് വായിച്ചേക്കാൻ കരുതി മെസ്സോളിലേക്ക് പോയി. അവിടെ ചെന്ന് ചായയും കുടിച്ച് ആ പത്രം അവിടെ മറന്നു വെച്ചിട്ട് ഞാൻ റൂമിലേക്ക് പോയിട്ടാ. അപ്പോൾ ഞാൻ മന്ദം പോയിക്കൊണ്ടിരിക്കുന്നത് സൗത്ത് സോണിൻ്റെ പ്രാക്ടീസിനായിട്ടാ. വട്ടപ്പാട്ട് പ്രാക്ടീസ് 3.5 മണിക്കൂറായിരുന്നു. അങ്ങനെ
സാഹസ്യവും അതികഠിനവുമായ 3.5 മണിക്കൂർ പ്രാക്ടീസ് കഴിഞ്ഞപ്പോഴേക്കും സമയം 8:30 ആയിരുന്നു കേട്ടാ. പിന്നെ ഞാൻ ജിമ്മ് വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി. പിന്നെ സൗത്ത് സോണിൻ്റെ പ്രാക്ടീസ് കാരണം അത്യാവശ്യം ലേറ്റായി. അങ്ങനെ ജിമ്മിലെത്തിയിട്ട് കണ്ണാടിയൊക്കെ നോക്കി കുറച്ച് സമയം കളഞ്ഞു ഞാൻ. സമയത്തിൻ്റെ വില നമുക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് നേരെ തന്നെ വാമപ്പ് ചെയ്യാനായിട്ട് പോയി. ഇന്ന് ബൈസെപ്സിനും ട്രൈസെപ്സിനും വർക്കൗട്ട് ചെയ്യാൻ നട്ടാണ് ഞാൻ കരുതിയത്. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കണ്ണാടി നോക്കി കേട്ടാ. അപ്പോൾ മസിൽസൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പമ്പായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വർക്കൗട്ട് ചെയ്ത് ക്ഷീണിച്ച്. അപ്പോൾ പേരൻസിന് 10 മണിയാവാറായി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പോവാണ് ഈ റൂമിൽ. അങ്ങനെ 10 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ വന്ന് ജിം അടച്ചു. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സമയത്തിൻ്റെ വില നമുക്ക് ശരിക്കും അറിയാമെന്ന്. പിന്നെ ഞാൻ കുറച്ച് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ച്. പിന്നെ അപ്പോഴേക്കും മഴ തുടങ്ങിന്. എനിക്കാണെങ്കിൽ മൺഡേ പാത്തോളജി എക്സാം ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം പഠിക്കാമെന്ന് കരുതി. പിന്നെ ഈ കാണുന്നത് പനി പിടിച്ച് വിനയകുലീനായി കഞ്ഞി കുടിക്കുന്ന എൻ്റെ റൂംമേറ്റാണ് കേട്ടാ. ഇവൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ പേടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തുള്ള റൂംസിൽ പോയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിരുന്നു കേട്ടാ ഞാൻ. അബ്രഹാമും ആദർശയുടെ ടീം അവര് ചെയ്തയച്ചു. വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അടങ്ങാത്ത വിശപ്പും നിറയാത്ത മനസ്സുമായി ഞാൻ ക്യാൻറ്റീനിൽ പോയി കേട്ടാ. അവിടെ നിന്ന് ഒരു ഓംലേറ്റ് ഒക്കെ കഴിച്ച് അപ്പോഴേക്കും സമയം ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് പോയി. പിന്നെ പറഞ്ഞില്ല എന്ന് വേണ്ട, ഇതാണ് നമ്മുടെ മെൻസ് ഹോസ്റ്റൽ. അവിടെ പോയി നമ്മൾ സൈനൊക്കെ ചെയ്ത് പിന്നെ എൻ്റെ നേരെ റൂമിലേക്ക് പോയി. ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. പ്ലീസ് പിന്നെ ബർത്ത്ഡേക്ക് ഊക്കാനുള്ള സാധനം ഉണ്ടാക്കുക.